നാരായണ നാരായണ. അല്ല, ഉടനെ ഒരു പണപ്പുറപ്പാട് വേണോ? അസുരവീരന്മാർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമയം വൈകിട്ടില്ല നാരായണ. മഹർഷി, ഞങ്ങൾക്കിനി ഒന്നും ചിന്തിക്കാനില്ല. ആകെ ചിന്തിക്കാനുള്ളത് അസുരവംശത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ച് മാത്രം. വേദം, രാജാക്കന്മാർ സ്വന്തം കുലത്തെയും രാജ്യത്തെയും കുറിച്ച് ചിന്തിക്കണം. പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കണം. പക്ഷേ അത് ധർമ്മവും നീതിയും തച്ചു തകർത്തുകൊണ്ടാവരുത് നാരായണ. എന്ത് ധർമ്മം, എന്ത് നീതി? അസുരകുലത്തോട് എപ്പോഴെങ്കിലും ദേവകൾ നീതി കാണിച്ചിട്ടുണ്ടോ? തേക്കരാജൻ, ദേവനായാലും മനുഷ്യനായാലും അസുരനായാലും പ്രവൃത്തിക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കാരണത്തിരുന്നതായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം അസുരവംശത്തിന്റെ ഉന്നതിയാണെങ്കിലും അതിലേക്കുള്ള മാർഗം വക്രവും അനീതി നിറഞ്ഞതുമാണെന്ന് മനസ്സിലാക്കിയാലും. എന്തനീതി? വിശ്വദേവതകൾ എന്ന് പറയുന്നവർ ശത്രുപക്ഷം ചേർന്ന അസുരകുലത്തിന്റെ നാശം കുതിക്കുമ്പോൾ എന്ത് നീതിയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്? നാരദരൊന്നും മനസ്സിലാക്കണം. ദേവകുലം ഞങ്ങളോടൊന്നും പക്ഷപാതപരമായി പെരുമാറിയിട്ടുള്ളൂ. പിന്നെ യുദ്ധം ചെയ്ത് ജയിക്കേണ്ടത് സ്വന്തം കഴിവുകൊണ്ടായിരിക്കണം, അല്ലാതെ മറ്റു ശക്തികളെ കൂട്ടുനിർത്തി ഒളിയം ചെയ്തുകൊണ്ടാവരുത്. അവതാരങ്ങളുടെ ശക്തിയില്ലാതെ എന്നെങ്കിലും ദേവകുലം അസുരന്മാരോട് ജയിച്ചിട്ടുള്ളൂ. തപശക്തി കൊണ്ട് വരങ്ങൾ തരുന്നതല്ലാതെ ത്രിമൂർത്തികളടക്കം ഞങ്ങളോട് പക്ഷപാതപരമായി പെരുമാറിയിട്ടുള്ളൂ. കഷ്ടം. ഈശ്വര സങ്കല്പത്തെ ഇത്ര വികലമാക്കരുത്. ജഗദീശ്വരൻ ഒരിക്കലും പക്ഷപാതിയല്ല. ഇവിടെ നടക്കുന്ന ജയപരാജയങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം പ്രകൃതി നിയമങ്ങളാണ്, കർമ്മഫലങ്ങളാണ്. അന്യരെ ദ്രോഹിക്കാതെ ദാനകുലം സ്വയം പൗത്രീകരിക്കപ്പെടണം. അന്ന് മുതൽ നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകില്ല. പ്രസംഗം മതിയാക്കണം നാരദരെ. ഇവർ അസുര രാജാക്കന്മാരാണ്. ഇവരുപദേശിക്കാൻ ഇവിടെ കുലഗുരുവുണ്ട്. ഈ ശുക്രാചാര്യരുള്ളപ്പോൾ അവർക്ക് മറ്റൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. അസുരഗുരു ശുക്രാചാര്യർക്ക് വന്ദനം. പ്രപഞ്ചസത്യമറിയാവുന്ന താപസ ശ്രേഷ്ഠനാണ് ഇവിടുന്ന്. തെറ്റിദ്ധരിക്കരുത്. നാം ഒരിക്കലും അങ്ങയുടെ സ്ഥാനം കൈയടക്കാൻ വന്നതല്ല. നാം രാജഗുരുവാണ്. രാജാവിന്റെ ക്ഷേമവും വിജയവുമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നാം എന്തും ചെയ്യും. ഭക്തിസാഗരത്തിൽ ആറാടി താങ്കളെ പോലെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതല്ല രാജാവ്. രാജനീതി മറ്റൊന്നാണ് ദേവർഷേ. ഉപദേശം മതിയായെങ്കിൽ താങ്കൾക്ക് പോകാം. നാരായണ നാരായണ നാരായണ. അസുരഗുരു ശുക്രാചാര്യർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. നാരദരെ, അസുരകുലത്തിന്റെ ഉയർച്ചയും വളർച്ചയുമാണ് അസുരഗുരു ശുക്രാചാര്യരുടെ ലക്ഷ്യം. ദേവപക്ഷപാതിയായ അങ്ങയുടെ ഉപദേശമൊന്നും ഈ അസുരലോകത്ത് വിലപ്പോകില്ല. അങ്ങേക്ക് പോകാം. നാരായണ നാരായണ. ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമിട്ടാണ് പലരും പലതും ചെയ്യുക. പക്ഷേ ലക്ഷ്യം പോലെ തന്നെ മാർഗവും കുറ്റമറ്റതല്ലെങ്കിൽ എത്തേണ്ടിടത്തെത്തി എന്ന് വരില്ല നാരായണ.